ഹായ് ഫ്രണ്ട്സ്. അങ്ങനെ ഇന്നലെ ഞായറാഴ്ച ദിവസം നമ്മൾ ബീച്ചിലും പാർക്കിലുമായിട്ട് പോയി. ഇതാണ് ബീച്ച് പാർക്ക്. ഈ കാണുന്ന ബീച്ച് ഇങ്ങനെ തന്നെയാണ്, രണ്ടും സെയിം സ്ഥലത്ത് തന്നെ. അങ്ങനെ നമ്മൾ നാലുപേരും കൂടിയാണ് പോയത്. വൈകുന്നേരം ഒരു 4 മണിയോടെ അവിടെ എത്തി. തിരക്കൊന്നും ഇല്ലായിരുന്നു. ശിവക്കുട്ടൻ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് സ്വിം ചെയ്യാമെന്നും പറഞ്ഞൊക്കെ വലിയ ഇതിൽ വന്നു. നല്ല കാറ്റുണ്ടായിരുന്നു. ചൂടുള്ളത് കാലാവസ്ഥ ആയിരുന്നുകൊണ്ട് കാറ്റുള്ളതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഇല്ലായിരുന്നു. പിള്ളേർക്ക് കളിക്കാനൊക്കെ പറ്റി. ഭദ്രമോള് കണ്ടില്ലേ വെള്ളത്തിൽ കളിക്കാതെ ആദ്യമേ മണ്ണിക്കളി നല്ല രീതിയിൽ അവളെ ഫേസിൽ വരെ മണ്ണാക്കി അവൾ നല്ല രീതിയിൽ മണ്ണിൽ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവളെ മുഖം പോലും അറിയാൻ പറ്റില്ല. ശിവക്കുട്ടൻ സ്വിമ്മിങ് ഡ്രസ്സൊക്കെ ഇട്ട് ആ ശിവക്കുട്ടനും അച്ഛനും കൂടി കടലിൽ ഇറങ്ങി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഭദ്രമോളെ വിളിച്ചിട്ടാണെങ്കിൽ ഭദ്രമോൾ ഒരു വിധത്തിൽ പോകുന്നില്ല. അച്ഛനും മോനും കൂടി ഭയങ്കര കളി. ഇവിടെ മണ്ണിൽ നല്ല രീതിയിൽ കുഞ്ഞോട് കളിക്കുക. ബാ 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 എന്നൊക്കെ പറഞ്ഞിട്ട് മണ്ണൊക്കെ ഇടയ്ക്ക് നക്കി എടുക്കുന്നുണ്ടോ ഭദ്രമോള്. അവളെ ഭയങ്കര ബാ 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 അമ്മ ഇരി എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. അങ്ങനെ അച്ഛൻ പറഞ്ഞു മോളെ കഴുകി എടുക്കാമെന്നും പറഞ്ഞ് വിളിക്കാൻ വന്നു. എന്നിട്ട് അവൾ പോയില്ല. അവൾ മണ്ണിലിങ്ങനെ ഓടി നടന്ന് കളിക്കുക. അത് കഴിഞ്ഞിട്ട് ശിവക്കുട്ടനും അച്ഛനും കൂടി കളിച്ചുകൊണ്ടിട്ട് കുഞ്ഞോളെ വെള്ളത്തിൽ ഇറക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ട് അവൾ പോയില്ല. അവൾ പാൻറ്റ് ഊരി പാമ്പേഴ്സൊക്കെ മാത്രമായിട്ട് ഇട്ടിരുന്ന് മണ്ണിക്കളിയോട് കളി. ആളിൻ്റെ ഫേസ് പോലും കണ്ടിട്ട് നമുക്ക് അറിയാൻ പറ്റാത്ത വിധത്തിൽ അവൾ കളിക്കുക. അവൾക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു കേട്ടോ മണ്ണിക്കളി. അവൾക്ക് വെള്ളത്തിൽ ഇറങ്ങാൻ എന്തോ ഒരു മടിയും പേടിയും കൂടി. അവൾ കരയുന്നുണ്ട്. അങ്ങനെ മണ്ണിൽ കളിച്ചു. വൈകുന്നേരമായി, ഒരു 5:30-6 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് അവിടെ ഷവർ ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കഴുകിയെടുത്ത് രണ്ടുപേരെയും കൊണ്ടുവന്ന് പാർക്കിൽ കളിച്ചു. ഭദ്രമോൾ അവിടെ ജമ്പ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ശിവക്കുട്ടൻ ഒന്ന് ജമ്പ് ചെയ്യാൻ കണ്ടിട്ട് അവൾ വീഴുന്നുണ്ട്. അവളെ ഇരുന്ന് നോക്കിക്കൊണ്ടിരിക്കുക. ചേട്ടൻ്റെ ചാട്ടം നോക്കിക്കൊണ്ടിരിക്കുക. ചാട്ടത്തോട് ചാട്ടം ചേട്ടൻ അത് നോക്കിയിരിക്കുക. അത് ഇപ്പം നിർത്തുമോ എങ്കിൽ എനിക്ക് കളിക്കാമെന്നും പറഞ്ഞ് അവൾ നോക്കിയിരിക്കുക. പക്ഷെ അവൻ നിർത്താതെ ഇങ്ങനെ ചാടിക്കൊണ്ടിരുന്നു. ലാസ്റ്റ് സഹിയൊക്കെ അവൾ അച്ഛനെ നോക്കിയിട്ട് പറഞ്ഞ് അച്ഛാ നമുക്ക് വേറെ കളിക്കാൻ പോകാമെന്ന് പറയും. വേണ്ട അച്ഛാ എനിക്ക് കളിക്കാൻ അവൻ തരുന്നില്ല, നമുക്ക് വേറെ പോകാമെന്ന് പറഞ്ഞ് പാവം ഭദ്രമോൾ തോറ്റ് അവിടെ നിന്ന് മാറിപ്പോവുക. അച്ഛനെ വിളിച്ചുകൊണ്ട് കളിക്കുക. അവൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതിൽ കയറി കളിക്കുന്നതാണ്. അപ്പോഴത്തേക്കും അവൾ എൻ്റെ അടുത്ത് കയറുമ്പോഴത്തേക്ക് പറയാം അമ്മ ഫോട്ടോ എടുക്കാൻ പറയാം. ഞാൻ ഫോണും കൊണ്ട് വീഡിയോ എടുക്കുന്നതുകൊണ്ട് അവൾ പറയും അമ്മ ഫോട്ടോ എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. ഇതിൽ കയറി കളിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അവൾക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇതിൽ കയറി കളിക്കാൻ. അങ്ങനെ ഇതിൽ കയറി 2-3 നേരത്തെ കളിച്ച്. ശിവക്കുട്ടനാണെങ്കിൽ എല്ലാത്തിലും വലിഞ്ഞു കയറും. കയറാൻ പറ്റാത്തതിലും എല്ലാത്തിലും വലിഞ്ഞു കയറും. ഏതെങ്കിലും കുട്ടികൾ കയറണുണ്ട് അവനും വലിഞ്ഞു കയറാൻ നോക്കും. അവനെല്ലാം ഫസ്റ്റിൽ കണ്ടിരുന്നാൽ മതി, എല്ലാത്തിലും ട്രൈ ചെയ്ത് വലിഞ്ഞു കയറാനൊക്കെ ശ്രമിക്കുന്നൊരു ഇതാണ് ശിവക്കുട്ടൻ. അങ്ങനെ ഇതിലൊക്കെ കയറി ഇറങ്ങിയൊക്കെ ചാടിയൊക്കെ ഇറങ്ങി എന്നിട്ട് അടുത്ത അതിൻ്റെ ഇടയ്ക്ക് സ്കൂട്ടർ ഓടിക്കുന്നുണ്ട്. അടുത്ത ഇതിലോട്ട് വലിഞ്ഞു കയറുന്നുണ്ട്. എല്ലാത്തിലും വലിഞ്ഞു കയറിയൊക്കെ ചെയ്യും. അവിടെ വെച്ച് ഒരു ഫ്രണ്ടിനെ കിട്ടിയ ഫ്രണ്ട് കൂടി ഹെൽപ്പ് ചെയ്തു ശിവക്കുട്ടനെ. എന്നിട്ട് അവർ രണ്ടുപേരും കൂടി ആ സ്ലൈമിൽ കളിക്കുക. ശിവക്കുട്ടനെ എല്ലാത്തിലും കയറണം, അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എല്ലാത്തിലും കയറി നിന്ന് കളിക്കുക. എല്ലാം അവനെക്കൊണ്ട് പറ്റിയില്ല എന്നത് പോലും അവൻ പറ്റുന്ന രീതിയിൽ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഫുള്ള് അറുമാദിച്ച് ശിവക്കുട്ടി ഇന്നലെ കളിച്ചു. കുഞ്ഞോളാണ്ട് ഇതിൽ മ്യൂസിക് ഉണ്ട്. അപ്പോൾ അതൊന്ന് ടച്ച് ചെയ്തിട്ട് മാറിയിരിക്കുക. സൗണ്ട് കേൾക്കുമ്പോൾ അവൾക്ക് പേടിയാണെന്ന് തോന്നുന്നു. അങ്ങനെ കളിച്ച് ഒരാൾ സൈക്കിളും കൊണ്ട് അവിടെ വലിയ ചേട്ടന്മാർ ഓട്ടിക്കാൻ വേണ്ടിയിട്ട് മുകളിൽ കയറി നിന്ന് താഴോട്ട് ഇറങ്ങാൻ നോക്കി. ഞാൻ പറഞ്ഞു നിൻ്റെ പല്ല് പോകുന്ന പറഞ്ഞുകൊണ്ട് പതുക്കെ ഇറങ്ങി വന്നു. നല്ല പാർക്കിംഗ് സൗകര്യമൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏകദേശം 5-5:30 മണിയൊക്കെ ആയി. അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് നേരം കൂടി ഓരോന്നിൻ്റെ കളിച്ചിട്ട് 7 മണിയായപ്പോൾ നമ്മൾ പോകാൻ ഇറങ്ങി. ആ ശിവക്കുട്ടനാണെങ്കിൽ ഒരു വിധത്തിൽ വരത്തില്ല. റൗണ്ട് അടിച്ച് കളിച്ചുകൊണ്ടിരിക്കുക. എങ്ങനെയെങ്കിലും ശിവക്കുട്ടൻ്റെ അടുത്ത് വണ്ടിയുടെ അടുത്ത് കൊണ്ടുവന്ന് പോകാമെന്ന് പറഞ്ഞ് റെഡിയാക്കി. ഭദ്രമോളെ എങ്ങനെയോ അവിടെ എത്തിച്ചു വച്ചേ. ഓക്കെ ബൈ എന്ന്